Hello everyone. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ട്രാൻസിയന്റ് കറൻസിൽ തന്നെയുള്ള മെഷർമെന്റ് ഓഫ് ഹൈ റെസിസ്റ്റൻസ് ത്രൂ ലീക്കേജ് മെത്തേഡ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഓഫ് കപ്പാസിറ്റർ ത്രൂ റെസിസ്റ്റർ പഠിച്ചിരുന്നു. അപ്പോൾ ഒരു സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഈ ലീക്കേജ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൽ വളരെ ഉയർന്ന റെസിസ്റ്റൻസിൻ്റെ വാല്യൂ വളരെ ഉയർന്നതാണെങ്കിൽ ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല മെത്തേഡുകളിൽ ഒന്നാണ് മെഷർമെൻറ്റ് ഓഫ് ഹൈ റെസിസ്റ്റൻസ് ബൈ ലീക്കേജ് മെത്തേഡ് എന്ന് പറയുന്ന കണ്ടീഷൻ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു കപ്പാസിറ്റർ, മാക്സിമം ചാർജ് ചെയ്തൊരു കപ്പാസിറ്റർ ഒരു റെസിസ്റ്റൻസിലൂടെ ഡിസ്ചാർജ് ചെയ്യിക്കുമ്പോൾ വരുന്ന എത്രത്തോളം എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോ ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റെസിസ്റ്റൻസിൻ്റെ മെഷർമെൻറ്റ് നടത്തുന്നത്. ഓക്കെ, ഇതിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു സർക്യൂട്ടാണ്, വിച്ച് ക്യാൻ ബി ഷോൺ ലൈക്ക് ദിസ്. ഈ ഒരു സർക്യൂട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഡിസ്ചാർജിങ് ഓഫ് കപ്പാസിറ്റർ നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ കണ്ടു. അതിൽ പറഞ്ഞതാണ് ഒരു സി എന്ന് പറയുന്ന കപ്പാസിറ്റർ, അത് മാക്സിമം ചാർജ് Q0 ആയിരുന്നു. Q0 ചാർജ് സ്റ്റോർ ചെയ്തിരുന്ന കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ത്രൂ എ റെസിസ്റ്റൻസ് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ ചാർജ് മെഷർ ചെയ്യുന്നതിനുള്ള ഇക്വേഷൻ ഇതായിരുന്നു. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. Q is equal to Q0 e raised to minus T/CR എന്നുള്ളതായിരുന്നു. ഓക്കെ, ഈ ഇക്വേഷനിലെ Q/Q0 ചെയ്ത് കഴിഞ്ഞാൽ e raised to minus T/CR എന്നാണ് നമുക്ക് കിട്ടുക. Q/Q0 is equal to e raised to minus T/CR. അതൊന്ന് റിവേഴ്സ് ചെയ്യുക. ദാറ്റ് ഇസ് Q0/Q ഇൻവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ Q0/Q എന്ന് കിട്ടും. അപ്പോൾ e raised to minus T/CR എന്നുള്ളത് e raised to plus T/CR ആയിട്ട് മാറും. ഓക്കെ, നമുക്ക് മെഷർ ചെയ്യേണ്ടത് റെസിസ്റ്റൻസ് ആണ് അല്ലേ. റെസിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടുന്ന് R എന്നുള്ളത് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ e raised to എന്നുള്ള എക്സ്പോണൻഷ്യൽ ടേം ഒക്കെ നമുക്ക് ഒഴിവാക്കണം. എക്സ്പോണൻഷ്യൽ ഒഴിവാക്കാൻ ലോഗരിതം എടുത്താൽ മതി. ലോഗരിതം ഓഫ് Q0/Q to the base e will be equal to T/CR. From this R is equal to R നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകാം, log Q0/Q നെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഡിനോമിനേറ്ററിലുള്ള ടേം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുമ്പോൾ R ആയിട്ട് മാറും, ന്യൂമറേറ്ററിലാണ് വരിക. log Q0/Q എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ ബൈ log Q0/Q ആയിട്ട് മാറും. സോ R is equal to T/C log Q0/Q to the base e എന്ന് കിട്ടി. ഓക്കെ, ഇത് ലോഗരിതം ടു ദ ബേസ് e ആണ്, നാച്ചുറൽ ലോഗരിതമാണ്. സോ വി ക്യാൻ കൺവേർട്ട് ദിസ് ഇൻ ടു ദ ലോഗ് ടു ദ ബേസ് 10 ബൈ മൾട്ടിപ്ലൈയിങ് വിത്ത് എ കോൺസ്റ്റൻറ്റ് 2.3026. ഓക്കെ, അപ്പോൾ T/2.3026 C ഇൻറ്റു ലോഗ് Q0/Q ടു ദ ബേസ് 10 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു ഇക്വേഷൻ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ സാധിക്കും. ഇഫ് യു നോ ദ ടൈം, ദ വാല്യൂ ഓഫ് കപ്പാസിറ്റർ, charges, maximum charge and charge at a particular instant. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാർജ് മെഷർ ചെയ്യുന്നതിന് പകരം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു BG ആണ്. BG മീൻസ് ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ. ഈ ബാലിസ്റ്റിക് ഗാൽവനോമീറ്ററിലൂടെ ഒരു സർട്ടൺ വാല്യൂ, ഒരു സർട്ടൺ ചാർജ് ഫ്ലോ ചെയ്യുന്ന ചാർജിന് പ്രൊപ്പോർഷണലായിട്ട് ഈ ഗാൽവനോമീറ്ററിൽ ഒരു ഡിഫ്ലക്ഷൻ നമുക്ക് കിട്ടും. ഈ ഡിഫ്ലക്ഷൻ മെഷർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ എക്സ്പെരിമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ജനറലി ഹൈ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനാണ് ഈ ലീക്കേജ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ CR എന്ന് പറയുന്ന ടൈം കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കൂടും. ടൈം കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ അത് ചാർജ് കുറഞ്ഞ് 0 ആവാൻ എടുക്കുന്ന സമയവും കൂടും. എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു സഫീഷ്യൻറ്റ് ടൈം നമുക്ക് കിട്ടണം. ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് ചാർജ് കുറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമ്മൾ ചാർജ് ലീക്കേജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കിത് മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും അല്ലേ. അപ്പോൾ നമുക്ക് ഒരു ഗ്രാജുവലായിട്ട് ഡിക്രീസ് ചെയ്യാൻ വേണ്ടത് ഏറ്റവും നല്ലത് ആറിൻ്റെ വാല്യൂ കൂടെ. അപ്പോൾ ഹൈ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനാണ് ഈ ലീക്കേജ് മെത്തേഡ് ജനറലി യൂസ് ചെയ്യാറ്. ഓക്കെ, ഇതിൽ ഈ എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്യുമ്പോൾ കണക്ഷൻസ് ഈ ഒരു ബേസിലാണ് കണക്ട് ചെയ്യുന്നത്. ഒരു E എന്ന് പറയുന്നൊരു DC വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, വിച്ച് ഈസ് കണക്റ്റഡ് വിത്ത് കീ K1. അതുപോലെ BG ഒരു ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ, ഇതിന് പാരലായിട്ട് ഒരു ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ ഉണ്ട്. K3 എന്ന് പറയുന്നൊരു കീ ഉണ്ട്, അത് കണക്ട് ചെയ്യാനും ഓഫ് ചെയ്യാനുമായിട്ടൊരു K3 എന്ന് പറയുന്ന കീ ഉണ്ട്. റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാൻ റിമൂവ് ചെയ്യാൻ വേണ്ടി
K2 എന്ന് പറയുന്നൊരു കീ ഉണ്ട്, C എന്ന് പറയുന്നൊരു കപ്പാസിറ്റർ ഉണ്ട്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് ആണ് നമ്മൾ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനെന്താ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ലീക്കേജ് ആവണം അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഈ കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ K1 എന്ന് പറയുന്ന കീ ക്ലോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഈ കപ്പാസിറ്ററിനെ ഫുള്ളി ചാർജ് ആകുന്നു. ദാറ്റ് ഈസ് മാക്സിമം ചാർജ് Q0 വരെ എത്തിക്കുന്നു. നമുക്ക് Q0 ഉള്ള വാല്യൂ എത്രയാണെന്ന് നമുക്ക് അറിയില്ല. നമ്മൾ എന്ത് ചെയ്യുന്നത്, മാക്സിമം കപ്പാസിറ്റർ എന്തായി ചാർജ്ഡ് ആയി എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് എത്തിക്കുന്നു. അത്ര നേരം നമ്മൾ K1 കണക്ട് ചെയ്തിട്ട് എന്താണ് കപ്പാസിറ്ററിനെ മാക്സിമം ചാർജ് ചെയ്യുന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, ഈ K1 എന്ന് പറയുന്ന കീ ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്, ഡിസ്കണക്ട് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം K3 എന്ന് പറയുന്ന കീ, ദാറ്റ് ഈസ് BGയുടെ കൂടെയുള്ള ഈ കീ എന്ത് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. K1 ഓപ്പൺ ചെയ്യുക, K3 ക്ലോസ് ചെയ്യുക. അപ്പോൾ K1 ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, ഈ അപ്ലൈ വോൾട്ടേജ് സപ്ലൈ ഇല്ലാതെ, അപ്ലൈ വോൾട്ടേജ് 0 ആയിട്ട് മാറി. K3 ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക, ഇവിടെ ഉള്ള ഇപ്പോൾ ഈ സർക്യൂട്ട് ഇല്ല, ഇതും ഇല്ല അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ സർക്യൂട്ട്, ഇതാണ് ക്ലോസ്ഡ് സർക്യൂട്ടായിട്ട് നിൽക്കുന്നത് അല്ലേ. ഇവിടെ എക്സ്റ്റേണൽ സോഴ്സ് EMF സോഴ്സ് ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും, ഇവിടെ സ്റ്റോർ ചെയ്തിരുന്ന ചാർജ് ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. ഡിസ്ചാർജ് ചെയ്യുന്നത് ഏത് വഴിയാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്, BG വഴിയാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പോൾ BG വഴി ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഇവിടെ സ്റ്റോർ ചെയ്തിരുന്ന ചാർജിന് പ്രൊപ്പോർഷണലായിട്ട് എന്ത് ചെയ്യുന്നു, BGയിലൊരു ഡിഫ്ലക്ഷൻ നമുക്ക് കിട്ടും. ലെറ്റ് ഇറ്റ് ബി θ0. θ0 ആണെന്ത്, BGയിൽ നമുക്ക് കിട്ടിയ ഡിഫ്ലക്ഷൻ വിച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു, ഈ θ0 എന്തിനോട് പ്രൊപ്പോർഷനാണ്, ഈ കപ്പാസിറ്ററിൽ ഉണ്ടായിരുന്ന ചാർജിനോട് പ്രൊപ്പോർഷനാണ്. കപ്പാസിറ്ററിൽ എത്ര ചാർജാണ് ഉണ്ടായിരുന്നത്, Q0 എന്ന് പറയുന്ന എമൗണ്ട് ഓഫ് ചാർജാണ്. മാക്സിമം ചാർജ് ഉണ്ടായ സമയത്താണ് θ0 എന്ന് പറയുന്ന ഡിഫ്ലക്ഷൻ BG കാണിക്കുന്നത്. ഓക്കെ, ഇനി വീണ്ടും K3 എന്ന് പറയുന്ന കീ ഓപ്പൺ ചെയ്തു, നമ്മൾ BG ഡിസ്കണക്ട് ചെയ്തു, K1 ക്ലോസ് ചെയ്തു. K1 ക്ലോസ് ചെയ്തപ്പോൾ നമ്മുടെ സർക്യൂട്ട് എന്തായി, ഇതാണ് ക്ലോസ്ഡ് സർക്യൂട്ട്. Eയും Cയും വരുന്ന ഈ ഒരു സർക്യൂട്ടാണ് ക്ലോസ്ഡ് സർക്യൂട്ടായിട്ട് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യാൻ തുടങ്ങും, കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് അഗെയിൻ ഇറ്റ്സ് ചാർജ് ഫുള്ളി, മാക്സിമം ചാർജ് എന്ത് ചെയ്യുന്നു, ഈ കപ്പാസിറ്റർ അറ്റൈൻ ചെയ്യും. കപ്പാസിറ്റർ മാക്സിമം ചാർജ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്, K1 നേരത്തെ നമ്മൾ K1 ഓപ്പൺ ചെയ്തു, K3 ക്ലോസ് ചെയ്തു. ഇവിടെ അതിന് പകരം K1 ഓപ്പൺ ചെയ്യുന്നു, അറ്റ് ദ സെയിം ടൈം K2 ക്ലോസ് ചെയ്യും. K1 ഓപ്പൺ ചെയ്യുക, K2 ക്ലോസ് ചെയ്യുക. അപ്പോൾ ഏത് സർക്യൂട്ടാണ് ഉണ്ടാവുക, ഈ ഒരു സർക്യൂട്ടാണ് ആക്റ്റീവായിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് ഇതാണ് ക്ലോസ് സർക്യൂട്ടായിട്ട് നിലനിൽക്കുന്നത്. ഇവിടെയും എക്സ്റ്റേണൽ സോഴ്സ് K1 ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതില്ല അല്ലേ. അപ്പോൾ ഇവിടെയും എക്സ്റ്റേണൽ വോൾട്ടേജ് സപ്ലൈ ഇല്ലാത്തതുകൊണ്ട് ഇതിൽ സ്റ്റോർ ചെയ്തിരുന്ന ചാർജ് ഈ റെസിസ്റ്ററിലൂടെ ഡിസ്ചാർജ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ റെസിസ്റ്ററിലൂടെ ഡിസ്ചാർജ് ചെയ്യുന്നു ഫോർ എ നോൺ ടൈം T, ഒരു T സെക്കൻഡ്സ് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ റെസിസ്റ്ററിലൂടെ ഡിസ്ചാർജ് ചെയ്യുകയാണ്. എന്നിട്ട് അറ്റ് ദ K2 എന്ന് പറയുന്ന കീ ഓപ്പൺ ചെയ്യുക, അറ്റ് ദ സെയിം ഇൻസ്റ്റൻറ്റ് K3 എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. ഇത് ഓപ്പൺ ചെയ്യുക ഉടൻ തന്നെ വിത്തൗട്ട് ലാഗ് എന്ത് ചെയ്യണം, K3 ക്ലോസ് ചെയ്യുക. K1 ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്, K2 നമ്മൾ ക്ലോസ്ഡ് ആയിരുന്നു, അത് ഓപ്പൺ ചെയ്യുന്ന ഇൻസ്റ്റൻറ്റിൽ തന്നെ എന്ത് ചെയ്യുന്നു, K3 ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, T സെക്കൻഡ്സിൽ സെക്കൻഡ് കൊണ്ട് കുറച്ച് ചാർജ് ഇതിൽ സ്റ്റോർ ചെയ്തിരുന്ന കുറച്ച് ചാർജ് ഇതിലൂടെ പോയി ഈ റെസിസ്റ്ററിലൂടെ ലീക്കേജ് സംഭവിച്ചു അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, Q0 എമൗണ്ടിൽ നിന്ന് ഒരു സർട്ടൺ വാല്യൂ ഓഫ് ചാർജ് കുറഞ്ഞു. ബാക്കി എന്താ ഉള്ളത്, ഇതിൽ Q എന്ന് പറയുന്ന ചാർജാണ് ഉള്ളത്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ Q എമൗണ്ട് ഓഫ് ചാർജാണുള്ളത്. ആ ചാർജ് ഏതിലൂടെ പിന്നെ പോകും, BGയിലൂടെ പുറത്തേക്ക് ഒഴുകിപ്പോകും. കാരണം K2 ക്ലോസ് ചെയ്തു, ഓപ്പൺ ചെയ്തു, K3 ക്ലോസ് ചെയ്തു. K2 ഓപ്പൺ ചെയ്തിട്ട് K3 ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലൂടെയുള്ള സപ്ലൈകളൊന്നുമില്ല അല്ലേ. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന ചാർജ് Q0 എമൗണ്ടിൽ സർട്ടൺ വാല്യൂ ഓഫ് എമൗണ്ട് ഓഫ് ചാർജ് റെസിസ്റ്റൻറ്റിലൂടെ ലീക്കേജ് നടന്നു കഴിഞ്ഞു. ബാക്കി Q എമൗണ്ട് ഓഫ് ചാർജ് ഉണ്ട്, ആ ചാർജ് BGയിലൂടെ ഫ്ലോ ചെയ്യും. BGയിലൂടെ ഈ Q എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോ ചെയ്യുമ്പോൾ ആ ചാർജിന് പ്രൊപ്പോർഷണലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, തീറ്റ എന്ന് പറയുന്ന ഒരു ഡിഫ്ലക്ഷൻ BGയിൽ നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ Q എമൗണ്ട് ഓഫ് ചാർജാണ് ഇതിൽ റിമെയിൻ ചെയ്യുന്നത്, കപ്പാസിറ്ററിൽ റിമെയിൻ ചെയ്യുന്നത് ഓൺ ഓപ്പൺ ആഫ്റ്റർ ലീക്കേജ് ത്രൂ ദ റെസിസ്റ്റർ. ഈ റെസിസ്റ്ററിലൂടെ ലീക്കേജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് Q എമൗണ്ട് ഓഫ് ചാർജാണ്. ആ ചാർജ് BGയിലൂടെ ഫ്ലോ ചെയ്യും. BGയിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ട്, തീറ്റ എന്ന് പറയുന്ന ഒരു ഡിഫ്ലക്ഷൻ BGയിൽ ഒബ്റ്റെയിൻ ചെയ്യും.
അപ്പോൾ ബി ജിയിൽ 2 തവണയാണ് ഡിഫ്ലക്ഷൻ കിട്ടിയത്. ഫസ്റ്റ് K1 ക്ലോസ് ചെയ്ത് ഫുള്ളി ചാർജ് ചെയ്ത് നേരെ K3 ക്ലോസ് ചെയ്തു അല്ലേ, K1 ഓപ്പൺ ചെയ്ത് K3 ക്ലോസ് ചെയ്തു. അപ്പോൾ Q0 എമൗണ്ടിന് പ്രൊപ്പോർഷനായിട്ട് θ0 എന്ന് പറയുന്ന ഡിഫ്ലക്ഷൻ ബി ജിയിൽ കിട്ടി. പിന്നെ K1 K3 ഓപ്പൺ ആണ്, പിന്നെ K1 ക്ലോസ് ചെയ്തു, വീണ്ടും കപ്പാസിറ്റർ മാക്സിമം ചാർജ് ചെയ്തു, K1 ഓപ്പൺ ചെയ്തു, K2 ക്ലോസ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു, റെസിസ്റ്റൻറ്റിലൂടെ കുറേ ചാർജ് ലീക്കേജ് ചെയ്ത് പോയി. ദെൻ K2 ഓപ്പൺ ചെയ്ത അതേ ഇൻസ്റ്റൻറ്റിൽ തന്നെ, അതായത് ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് എന്ത് ചെയ്യണം, K3 ക്ലോസ് ചെയ്യണം. അപ്പോൾ ഇതിലൂടെ കുറച്ച് ചാർജ് ഫ്ലോ ചെയ്ത് പോയിരുന്നു. അപ്പോൾ ബാക്കി Q എമൗണ്ട് ഓഫ് ചാർജ് ഉണ്ട്, ആ ചാർജ് പിന്നെ ഇതിലൂടെ പോകും, ഈ ബി ജിയിലൂടെ ഫ്ലോ ചെയ്യും. അങ്ങനെ ബി ജിയിലൂടെ ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ചാർജ്, ആ Q എമൗണ്ട് ഓഫ് ചാർജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഡിഫ്ലക്ഷൻ എന്തിലും കിട്ടും, ഗാൽവനോമീറ്ററിൽ കിട്ടും. ലെറ്റ് ഇറ്റ് ബി തീറ്റ. അപ്പോൾ Q0 എന്ന് പറയുന്ന ചാർജിന് പ്രൊപ്പോർഷണലായിട്ട് θ0 എന്ന് പറയുന്ന ഡിഫ്ലക്ഷനും Q എന്ന് പറയുന്ന ചാർജിന് പ്രൊപ്പോർഷണലായിട്ട് തീറ്റ എന്ന് പറയുന്ന ഡിഫ്ലക്ഷൻ നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ Q0/Q, അപ്പോൾ ബാക്കിയുള്ളതൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് കോൺസ്റ്റൻ്റ് മൾട്ടിപ്ലൈ ആണ് നമ്മൾ ചെയ്യുക. അപ്പോൾ Q0 ഈസ് പ്രൊപ്പോർഷണൽ ടു θ0. അപ്പോൾ Q0 ഈസ് ഈക്വൽ ടു സം A ഇൻറ്റു θ0 എന്ന് എഴുതാം. അതേപോലെ Q ഈസ് പ്രൊപ്പോർഷണൽ ടു തീറ്റ. അപ്പോൾ Q ഈസ് ഈക്വൽ ടു എന്ന് പറയും A ഇൻറ്റു തീറ്റ എന്ന് എഴുതാം. അപ്പോൾ Q0/Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, θ0/തീറ്റ എന്ന് കിട്ടും. Q is proportional to theta and Q0 is proportional to θ0 അല്ലേ. അപ്പോൾ Q0/Q എന്ന് പറയുന്നത് θ0/തീറ്റ ആയിട്ട് മാറി. അപ്പോൾ നമ്മുടെ ഈ എക്സ്പ്രഷനിൽ R is equal to T/2.3026 C log Q0/Q to the base 10 എന്നുള്ളതിന് പകരം Q0/Qന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, θ0/തീറ്റ എന്ന് കൊടുക്കാം. വിച്ച് ക്യാൻ ബി ഡയറക്ട്ലി ഒബ്സർവ്ഡ് അല്ലേ. നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ബി ജിയിൽ വരുന്ന ഡിഫ്ലക്ഷൻ എത്ര സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ എത്ര മില്ലിമീറ്റർ ഡിഫ്ലക്ട് ചെയ്തു എന്നുള്ളത് നമുക്ക് ബാലിസ്റ്റിക് ഗാൽവനോമീറ്ററിൽ വരുന്ന ഡിഫ്ലക്ഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ടീയുടെ ഓരോ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ കണ്ടീഷനാണ് നമ്മൾ ചെയ്തത്. സപ്പോസ് 3 സെക്കൻഡ്സിനാണ് 3 സെക്കൻഡ് കറണ്ട് അല്ലെങ്കിൽ ചാർജ് റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ചാർജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫ്ലക്ഷനാണ് ഒരു തവണ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ചെയ്യാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത് ചെയ്യുമ്പോൾ ടീയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുക. അപ്പോൾ 3 സെക്കൻഡിന് പകരം എന്ത് ചെയ്യുക, 5 സെക്കൻഡ്സ് റെസിസ്റ്റൻസിലൂടെ എന്ത് ചെയ്യുക, ഫ്ലോ ചെയ്യിക്കുക. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേറെ തീറ്റയാണ് നമുക്ക് കിട്ടുക അല്ലേ. അപ്പോൾ എത്ര സമയം എടുക്കുന്നു എന്നതിനനുസരിച്ച് ടീയുടെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ട് ഈ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ടീയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് തീറ്റയുടെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ആൻഡ് ഫ്രം ദിസ് യു ക്യാൻ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് R. അപ്പോൾ ടീയുടെയും തീറ്റയുടെയും വാല്യൂ വെച്ചിട്ട് നമുക്ക് ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ടിയും ലോഗ് θ0/തീറ്റ നമ്മൾ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ വിച്ച് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക T/log θ0/തീറ്റ ടു ദി ബേസ് 10 ആണ്. പിന്നെ സിയുടെ വാല്യൂ നമുക്കറിയാം എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആറിൻ്റെ വാല്യൂ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമുക്ക് ഈ എക്സ്പെരിമെൻറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. Okay, so this is the method to measure high resistance by leakage through BG. Okay, thank you.